റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ 2026ന്റെ വേക്കൻസി നോട്ടീസ് പബ്ലിഷ് ചെയ്തേക്കുവാണ്. അതായത് 120 വേക്കൻസീസ് ആണ് RRB ഫാർമസിസ്റ്റ്. വളരെ സുരക്ഷിതമായ ഒരു ജോലി, അതുകൂടാതെ നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷ, നമ്മുടെ ട്രാവലിന്റെ എക്സ്പെൻസും എല്ലാം. ഹായ് ഓൾ, വെൽക്കം ടു എജുസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ RRB ഫാർമസിസ്റ്റ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ 2026ന്റെ വേക്കൻസി നോട്ടീസ് പബ്ലിഷ് ചെയ്തേക്കുവാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം വേക്കൻസീസ് ആണ് ഓരോ പോസ്റ്റ് ഉള്ളതെന്നുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ഈ ഒരു നോട്ടീസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു RRB ഫാർമസിസ്റ്റില് എത്രത്തോളം വേക്കൻസീസ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ നമ്മൾ ഈ ഒരു എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണിത്. അപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റ് വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കറക്റ്റ് ആയിട്ട് RRB എപ്പോഴും നമുക്കൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ എന്തൊക്കെയായിരിക്കാം ഈ ഒരു എക്സാമിന് ചോദിക്കുന്നത് എന്നൊരു ഐഡിയയും കൂടെ കിട്ടും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ എന്താണ്, വേക്കൻസി നോട്ടീസ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പം RRBയിൽ അറൌണ്ട് 600, അതായത് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ഒരു 600 വേക്കൻസീസ് പറയുന്നുണ്ട് പാരാമെഡിക്കൽ കാറ്റഗറീസിൽ. അതിൽ ഫാർമസിസ്റ്റിൽ അതായത് 120 വേക്കൻസീസ് ആണ് RRB ഫാർമസിസ്റ്റ്, അതായത് ഏർലി ഗ്രേഡ്, അതായത് എൻട്രി ഗ്രേഡ് ആണ് പറയുന്നത്. അപ്പൊ 120 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ പേ ലെവൽ എത്രയാണ്, 5 ആണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോ പബ്ലിഷ് ചെയ്തേക്കുന്ന ആ ഒരു വേക്കൻസിയുടെ ആ ഒരു ലിസ്റ്റ്. അപ്പൊ കണ്ടോ, നമ്മുടെ ഫാർമസിസ്റ്റ് എൻട്രി ഗ്രേഡ് ആണ്. അപ്പൊ എത്ര പറയുന്നുണ്ട്, 120 വേക്കൻസീസ് പറയുന്നുണ്ട്, പേ ലെവൽ 5 ആണ്. അപ്പൊ നമുക്കിനി ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു പക്ഷേ വേക്കൻസീസ് കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ കണ്ടില്ലേ 120 വേക്കൻസീസ് വരെ ഉണ്ട് ഫാർമസിസ്റ്റ്. അത് കൂടാതെ തന്നെ എന്താണ്, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ് ഇല്ലേ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലൊരു സാലറി പാക്കേജും പ്രതീക്ഷിക്കാം, അത് കൂടാതെ വേറെ കുറെ ബെനിഫിറ്റ്സും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു RRB അതായത് സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് തന്നെ നമുക്ക് ഇതിൽ ഈ ഒരു ഫാർമസിസ്റ്റ് ജോബ് ഈവൻ ദോ എൻട്രി ലെവൽ ആണെങ്കിൽ പോലും നല്ലൊരു സാലറി പാക്കേജ് പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ എന്താണ്, ബോണസുകൾ എല്ലാ വർഷവും നമുക്ക് വളരെ നല്ലൊരു എമൗണ്ട് ബോണസ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഫാമിലി അതുപോലെ നമുക്കുള്ള ആ ഒരു റെയിൽവേ പാസ്, അതായത് ഒന്നെങ്കിൽ ഇളവോടുകൂടി അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ റെയിൽവേയിൽ ട്രാവൽ ചെയ്യാനുള്ള റെയിൽവേ പാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ്, കുഞ്ഞുങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ, അതായത് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസും കിട്ടും. അതായത് മാക്സിമം 2 കുഞ്ഞുങ്ങൾക്ക് വരെ അവരെ പഠിപ്പിക്കാനുള്ള അലവൻസ് കിട്ടും. അതുകൂടാതെ എന്തുണ്ട്, നമുക്ക് ഗവൺമെന്റിന്റെ ക്വാർട്ടേഴ്സും പ്രൊവൈഡ് ചെയ്യും, അതായത് നമുക്ക് താമസ സൗകര്യവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മെഡിക്കൽ ഫെസിലിറ്റീസ്, അതായത് റെയിൽവേ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പറയുന്ന ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആ ഒരു ലിസ്റ്റിനകത്ത് വരുന്നുണ്ട്, ആ ഹോസ്പിറ്റലിലെല്ലാം, അതായത് അംഗീകൃതമായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് ഫ്രീ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു കൺസെഷനോട് കൂടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് നമ്മുടെ ഫാമിലീസിനൊക്കെ കിട്ടും. അതുകൂടാതെ എന്താണ്, ഒരു സ്റ്റഡി ലീവ് ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി ഒരു ഹയർ സ്റ്റഡിക്ക് നമുക്ക് പോകണമെങ്കിൽ പോലും ആ ഒരു സ്റ്റഡി ഓപ്പർച്യൂണിറ്റി, അതായത് അതിന് വേണ്ടിയുള്ള ഒരു ലീവും ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. അതുകൂടാതെ എന്താണ്, വർഷത്തിൽ ഒരിക്കൽ ഒരു ടൂറും പറയുന്നുണ്ട്, അതായത് ഒരു റെയിൽവേ ടൂർ വൺസ് എ ഇയറും ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് അതായത് RRBയുടെ ഇതിൽ ബെനിഫിറ്റ്സിൽ എക്സ്ട്രാ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ്, ഹൈ സാലറി, അതുകൂടാതെ ഡിഫറെന്റ് അലവൻസസും വരുന്നുണ്ട്. നമുക്ക് ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ ഹൗസ് അലവൻസ് വരുന്നുണ്ട്, ട്രാവൽ അലവൻസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് അലവൻസും ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിനുണ്ട്. അപ്പൊ നമ്മൾ കണ്ടു എത്രയാ, 120 വേക്കൻസീസ്, ഒരു പക്ഷെ അതിൽ കൂടുതൽ വേക്കൻസീസ് വരാം. അതുകൂടാതെ ഇത്രയും ബെനിഫിറ്റ്സും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഉറപ്പ് വരുത്താം, സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്, അതുകൂടാതെ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി ഇല്ലേ, വളരെ സുരക്ഷിതമായൊരു ജോലി, അതുകൂടാതെ നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷ, നമ്മുടെ ട്രാവലിന്റെ എക്സ്പെൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ലേ, ഫ്രീ കൺസെഷന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ റെയിൽവേ പാസിന്റെ കാര്യങ്ങൾ, അതുകൂടാതെ ഹെൽത്ത്, നമ്മുടെ ഹെൽത്തിന് കിട്ടുന്ന ആ ഒരു അലവൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസുകൾ, അതുകൂടാതെ നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റീസ്, അതുകൂടാതെ എന്താണ് എല്ലാം, അതായത് ഇത്രയും അലവൻസും എല്ലാം കൂടെ വരുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ജോലി തന്നെയാണ് ഇല്ലേ. അപ്പൊ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഈ ഒരു RRBയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം എല്ലാവരും, അതായത് 120 വേക്കൻസീസ് ഉണ്ട്, അപ്പൊ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കി നിൽക്കുവാണ്. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലെ. പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, എന്തൊക്കെയാണ് ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെ. അപ്പൊ ഒരു 100 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും RRBയിൽ വരുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇത് 4 രീതിയിലാണ് വരുന്നത്. പ്രൊഫഷണൽ എബിലിറ്റി, അത് കഴിഞ്ഞ് ജനറൽ അവയർനെസ്,
ജനറൽ അരിത്മിക്, ജനറൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ റീസണിങ്, അതുകൂടാതെ ജനറൽ സയൻസ്. ഇത്രയുമാണ് നമ്മുടെ സബ്ജക്ട്സ് കവർ ആവുന്നത്. അതിൽ പ്രൊഫഷണൽ എബിലിറ്റി അതാണ് കണ്ടോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. 70 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. അതായത് പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് RRB ഫാർമസിസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും, ഫാർമസിയിൽ നമ്മൾ എന്തൊക്കെ സബ്ജക്ട് കോർ സബ്ജക്ട്സ് പഠിക്കുന്നു അതിൽ നിന്നെല്ലാം ആണ് ഈ ഒരു 70 മാർക്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ വരുന്നത് ജനറൽ അവയർനെസ്, അതായത് നമ്മുടെ ജനറൽ നോളജ് ഒക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ ഒരു 10 മാർക്സ്. അതുപോലെ മാത്തമാറ്റിക്സ്, ഇന്റലിജൻസ്, റീസണിങ് ക്വസ്റ്റ്യൻസ് എല്ലാം 10 മാർക്ക്. പിന്നെ നമ്മുടെ ജനറൽ സയൻസ്, അതായത് 10th CBSE ബേസ് ആയിരിക്കും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ നിന്നും 10 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് നോർമലി നമ്മൾ കണ്ടുവരുന്ന RRBന്റെ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. RRBയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഈവൻ ദോ അത് നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും നാളത്തെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഒരുവിധം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു എക്സാം. പിന്നെ നമ്മൾ എക്സ്ട്രാ ടൈം കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ഈ ഒരു ബാക്കി നമ്മുടെ ഈ ഒരു 30 മാർക്സ് കവർ ചെയ്യുന്ന ജനറൽ അവയർനെസ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും അതുപോലെ ജനറൽ സയൻസ് കൂടെ നമ്മൾ അത്രയും നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRB ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാലറി നമ്മൾ പറഞ്ഞു, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ പോയാലും നമ്മുടെ എല്ലാ ഇതും കഴിഞ്ഞിട്ട് കയ്യിൽ, അതായത് ഇൻ ഹാൻഡ് നമുക്ക് എങ്ങനെ പോയാലും ഒരു 55,000 to 60,000 വരെ നമുക്ക് സാലറി കിട്ടും. അപ്പൊ നമ്മൾ ഓർക്കുക ഫാർമസിസ്റ്റ് എൻട്രി ലെവൽ ആണ്. അപ്പൊ ഇത്രയും നല്ലൊരു സാലറി പാക്കേജ് വിത്ത് കുറെ ബെനിഫിറ്റ്സ് അല്ലേ, നമ്മൾ കുറെ ബെനിഫിറ്റ്സ് നേരത്തെ കണ്ടില്ല, ആ എല്ലാ ബെനിഫിറ്റ്സ്. അതുകൂടാതെ എന്തൊക്കെയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിയർനെസ് അലവൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, അതായത് നമ്മുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ നമ്മൾ താമസിക്കുന്ന അവിടെ വീടിന്റെ റെന്റ് കൊടുക്കാനുള്ളത്, അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, ഇതെല്ലാം എന്താണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് സാലറിക്കകത്ത് ഇല്ലേ. അതൊക്കെ ഒരു വളരെ നല്ലൊരു കാര്യമാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ അതുപോലെ നല്ലൊരു സാലറിയുമാണ് ഈ ഒരു RRB നമുക്ക് പറയുന്നത്. അപ്പം അതുകൂടാതെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെയും അലവൻസുകളുണ്ട്. കൂടാതെ എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് കൂടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ RRBയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. ഇനി നമ്മുടെ എഡ്യൂസിനെ കുറിച്ച്, അതായത് നമ്മൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ഈ ഒരു ജേർണിയിലോട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയിൽ എന്താണ് ഒരു കോംപ്രിഹെൻസീവ് തിയറി ക്ലാസ് നിങ്ങൾക്ക് തരുന്നതാണ്. അതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാർമസി, നോൺ ഫാർമസി ആണ് നമ്മുടെ സിലബസിൽ വരുന്നത്. രണ്ടും ഫാർമസി ആണെങ്കിലും നോൺ ഫാർമസി ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാം എന്തൊക്കെ ചോദിക്കും അതെല്ലാ ഏരിയസും കവർ ചെയ്തിട്ടുള്ളൊരു നോട്ട് അല്ലെങ്കിൽ ആ ഒരു കോംപ്രിഹെൻസീവ് തിയറി ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ യൂണിറ്റ് ടെസ്റ്റുകൾ നിങ്ങൾ എങ്ങനെയാണോ അതിൽ കോപ്പപ്പായി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകുന്നതെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മുന്നേ ചോദിച്ചിട്ടുള്ള എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള RRBയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പീരിയോഡിക് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു റിവിഷൻ നമ്മൾ കറക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നടത്തി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, റിവിഷനും കൂടെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, അതായത് എന്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ എക്സാംസിന് ചോദിക്കും, അതെന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അതെല്ലാം നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ആ ഒരു ഇതിൽ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ ഈ തരുന്ന നോട്ടുകളില്ലേ അതെല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അതേപോലെ കളർഫുൾ പെന്നുകൾ, നമ്മൾ തന്നെ ഒരു പേനയിട്ട് പല പല കളർ പേനയിട്ട് എഴുതുമ്പോൾ നമുക്കത് വിഷ്വലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുപോലെ ഡിഫറെന്റ് കളർ പെൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് പഠിക്കാം. അതേപോലെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കി
നോക്കി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഷോർട്ട് നോട്ട്സ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് പഠിക്കുവാണെങ്കിലും ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എന്താണ് സമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അത്രയും സമ്മറീസും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ എന്താണ് പറയുന്നത്, മൈൻഡ് മാപ്പും അതേപോലെ ചാർട്ടുകളും. അതായത് നമുക്ക് എപ്പോഴും ഒരു പാരഗ്രാഫ് വായിച്ചു പോകുന്നതിനേക്കാളും നമ്മളിപ്പോൾ അതൊരു ഫ്ലോ ചാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ നിൽക്കും ഇല്ലേ. അപ്പൊ അതുപോലെ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇമേജിന്റെ രൂപങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും വരും, നിങ്ങൾക്ക് അത് എപ്പോഴും ഓർമ്മ നിൽക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിവിഷൻ. അതായത് റെഗുലർ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അത് എല്ലാ ദിവസവും കഴിവതും റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിവിഷൻ ആണ് എപ്പോഴും നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യം. അപ്പം മാക്സിമം റിവിഷൻ ചെയ്യുക. അതുപോലെ സെൽഫ് അസസ്മെന്റ്, അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ കാര്യങ്ങൾ, എത്രത്തോളം നിങ്ങൾ ഇംപ്രൂവ് ആയി എന്നറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് അസസ്മെന്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ഏതൊരു എക്സാമും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പ്രിപ്പറേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയും കാണും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അധികം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ട എന്താണ്, RRBന്റെ ഈ ഒരു വേക്കൻസിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. അതുപോലെ എത്രയാണ് 120 വേക്കൻസീസ് ഉണ്ട്. അപ്പൊ ഇത്രയും വേക്കൻസി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പം പറഞ്ഞതുപോലെ വേക്കൻസി വന്നതുകൊണ്ട് ഈ ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മന്ത്സിനുള്ളിൽ നമുക്ക് എക്സാം, ഇതിപ്പോ 2026ന്റെ ആണ്. അപ്പൊ എങ്ങനെ പോയാലും ഡിസംബറിന് മുന്നേ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്കിനി വളരെ കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് ഇത്രയും ഫുൾ സിലബസും കവർ ചെയ്യണം. അപ്പം ഇത്രയും ഫുൾ സിലബസ് ഇത്രയും ഷോർട്ട് ഡ്യൂറേഷനിൽ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ നോട്ട്സ് ആണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, RRB ഫാർമസിസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി ഈ പറയുന്ന നമ്പേഴ്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 8111185054, അതല്ലെങ്കിൽ 8111185045. ഈ 2 നമ്പറിൽ നിങ്ങൾ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. എപ്പോഴും നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞതുപോലെ എന്താണ്, RRBന്റെ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ആയേക്കുവാണ്. നമുക്കിനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. 120 വേക്കൻസീസ് ഉണ്ട്, ഒരു പക്ഷെ അതിൽ കൂടുതൽ വേക്കൻസീസ് വരാം. അപ്പൊ ഇത് ഇത്രയും നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫാമ അതുപോലെ നോൺ ഫാമ ടോപ്പിക്സ് ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പം എല്ലാ ഏരിയയും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പം എല്ലാവർക്കും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.